ഹായ് ഓൾ, വെൽക്കം ടു ഏസ് ആപ്പ് ലേണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. നമ്മളിന്ന് മാത്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം ചെയ്യുന്നത് ഒരേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു PSC പരീക്ഷയിൽ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ഒരുപാട് സമയം കളഞ്ഞു, അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും റീഡ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു എക്സാം ഹാളിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാരണം പ്രോപ്പറായിട്ട് ചിന്തിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പറയാറുണ്ട്. സോ നമ്മൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. അത് ശതമാനം, അതുപോലെ തന്നെ ലാഭവും നഷ്ടവും, അതുപോലെ തന്നെ നമ്മുടെ അംശബന്ധവും അനുപാതവും, ഇങ്ങനെ കുറച്ച് മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരേ രീതി ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം, ക്രോസിംഗ് മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തീം എന്ന് തന്നെ പറയുന്നത് എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദ്യങ്ങൾ പലതാണ്, പക്ഷെ എന്താണ്, ഒറ്റ ടെക്നിക്കാണ്. ഈ ഒരു തീമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഇത് ശതമാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എന്താണ്? ഒരു സംഖ്യയുടെ 20% എന്നത് 50 ആയാൽ ആ സംഖ്യയുടെ 40% എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശതമാനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണിത്, അല്ലേ? അപ്പോൾ ചോദ്യം എന്താണ്? ഒരു സംഖ്യയുടെ 20% എന്നത് 50 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 20% എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പോൾ 20% എത്രയാണെന്നാണ് പറയുന്നത്? 50 ആണ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ 20% എത്രയാണ്? 50 ആണ്. ക്ലിയർ ആണല്ലോ? 20% 50 ആണ്. ഇനി ചോദ്യം എന്താ പറയുന്നത്? ആ സംഖ്യയുടെ 40% എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 20%-ൻ്റെ താഴെ തന്നെ ഈ 40% നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, 20%-ൻ്റെ താഴെ നമ്മൾ 40% എന്ന് എഴുതി കൊടുക്കുകയാണ്. അത് എത്രയാണ് എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ക്രോസിംഗ് മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. ക്രോസിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. ക്രോസ് ചെയ്യുമ്പോൾ ഈ 40%-ന് 50 പെയറായിട്ടുണ്ട്. ഈ 40%-ന് 50 പെയറായിട്ടുണ്ട്. 20%-ന് എന്തില്ല? പെയറില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പെയറായിട്ടുള്ള 40%-വും 50-ഉം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഓക്കെ ആണല്ലോ? 40-ഉം 50-ഉം നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അതുപോലെ തന്നെ പെയർ ഇല്ലാത്ത, ജോഡി ഇല്ലാത്ത 20 നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത് നമ്മൾ? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 20% എത്രയാണ്? 50 ആണ്. 40% എത്രയാണ് എന്നതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ പെയറുള്ള 40-ഉം 50-ഉം നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തിട്ട് ഗുണിച്ചു. അതുപോലെ പെയർ ഇല്ലാത്ത 20 എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. സോ 0-യും 0-യും ക്യാൻസൽ ചെയ്യാണ്. ഈ വെട്ടിക്കളയുന്ന പരിപാടി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർ കൃത്യമായിട്ട് വെട്ടിക്കളയുന്ന സിസ്റ്റം, ആ ഒരു സിസ്റ്റം പഠിക്കുക. അപ്പോൾ 2-ൽ 2 ഒരു തവണ, 4-ൽ 2 2 തവണ. ബാക്കി എന്തുണ്ട്? 2 × 50 ഡിവൈഡഡ് ബൈ 1. 2 × 50 ഡിവൈഡഡ് ബൈ 1. 2 × 50 എത്രയാണ്? 100 ആണ്. 100/1 ആൻസർ എത്രയാണ്? നമ്മുടെ ആൻസർ 100 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സംഖ്യയുടെ 20% 50 ആയാൽ 40% എത്രയാണ്? അത് ഈക്വൽ ടു 100 ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സോ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പെയർ ഉള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ഗുണിച്ച് അംശമായിട്ട് എഴുതണം. പെയർ ഇല്ലാത്ത സംഖ്യ എന്ത് ചെയ്യണം? ഹരിച്ച് അഥവാ ഛേദത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എഴുതി കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ശതമാനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? എന്നാൽ അടുത്ത ചോദ്യം, അടുത്തത് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന
പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇത്രയാണ്, ഒരു മൊബൈലിൻ്റെ വില എത്രയാണ്? 15,000 രൂപയാണ്. ഓക്കെ, 15,000 രൂപയാണ് ഒരു മൊബൈലിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വില 10% കുറച്ചാൽ പുതിയ വില എന്തായിരിക്കും എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, അതായത് ഒരു സാധനത്തിൻ്റെ, അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്ന എപ്പോഴും എന്തായിട്ട് എടുക്കുക? നിങ്ങൾ 100% എടുക്കുക. ഇപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില 20 രൂപയാണെങ്കിൽ ആ യഥാർത്ഥ വില നിങ്ങൾ എന്ത് ചെയ്യുക? 100% എടുക്കുക. അപ്പോൾ ഇവിടെ മൊബൈലിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 രൂപയാണ്, അല്ലേ? 15,000 രൂപയായിരുന്നു മൊബൈലിൻ്റെ വില എന്ന് പറയുന്നത്. അത് ഞാൻ 100% എടുക്കുകയാണ്. 100% എടുക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ വില എത്ര ശതമാനമാണ് കുറക്കുന്നത്? 10% കുറക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ? നിലവിൽ 10, ഒന്നല്ലെങ്കിൽ ഇവിടെ 100%-ൽ നിന്ന് 10% കുറച്ച് ഈ മൊബൈലിൻ്റെ വില 90% ആകുമ്പോൾ എത്രയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചെഴുതാം. അല്ലെങ്കിൽ ഈ 15,000-ൻ്റെ 10% എത്രയാണ് എന്ന് കണ്ടുപിടിച്ച് അത് 15,000-ൽ നിന്ന് മൈനസ് ചെയ്യാം. തൽക്കാലത്തേക്ക് എളുപ്പത്തിന്, ചോദ്യം ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ 15,000-ൻ്റെ 10% കാണുന്നത്. ഇത് നമ്മൾ ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 15,000 മൊബൈലിൻ്റെ വില. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനത്തിൻ്റെ വില എപ്പോഴും എത്രയായിട്ട് എടുക്കണം? 100%. അതിൻ്റെ യഥാർത്ഥ വില എപ്പോഴും 100% എടുക്കണം. എന്നിട്ട് 10% കുറക്കുകയാണ് വില. സോ ആ 10%, 15,000-ൻ്റെ 10% എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ പോലെ പെയറായിട്ടുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ഗുണിച്ച് കണ്ടുപിടിക്കണം. പെയർ അല്ലാത്തത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ എന്ത് വരും? ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ. 15,000 ഇൻറ്റു 10/100, അല്ലേ? സോ ഞാൻ 0 ക്യാൻസൽ ചെയ്യാണ്. ബാക്കി 150 ഇൻറ്റു 10 എത്രയാണ്? 1500 എന്ന് ലഭിക്കും. 1500. ഇറ്റ് മീൻസ് 15,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 10% കുറച്ചു എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൻ്റെ വിലയിൽ നിന്നും 1500 കുറച്ചു എന്നാണ്. ക്ലിയർ ആണല്ലോ? സോ 15,000-ൽ നിന്നും ഞാൻ 1500 കുറക്കുമ്പോൾ എനിക്ക് ആൻസർ എത്ര കിട്ടും? 13,500 ആയിരിക്കും ഫോണിൻ്റെ നിലവിലെ വില എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് കൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുമ്പോൾ 100% എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ 10-ൻ്റെ സ്ഥാനത്ത് 90% ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഈ 13,500 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എത്തും. ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിനാണ് 15,000-ൻ്റെ 10% എത്രയാണെന്ന് എടുത്തിട്ട് ആ 15,000-ൽ നിന്നും ഈ 10% 1500 കുറക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് എൻ്റെ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങളിവിടെ 90% കാണുവാണെങ്കിൽ 100% 10% കുറച്ചാൽ 90% അല്ലേടാ? അത് വെക്കുവാണെങ്കിൽ ഡയറക്റ്റ് 13,500 എന്ന് പറയുന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇതുപോലെ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും ശതമാനമെല്ലാം നിരന്തരമായിട്ട് PSC പരീക്ഷകൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ജോഡിയായിട്ടുള്ളത് ഗുണിച്ചു, ജോഡി അല്ലാത്തത് ഡിവൈഡ് ചെയ്തു. 1500 നമുക്ക് 15,000-ൻ്റെ 10% കിട്ടിയത്. അത് കുറച്ചപ്പോൾ മൊബൈലിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,500. ക്ലിയർ ആണല്ലോ? അടുത്തത് വീണ്ടും ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തിലൊരു ചോദ്യമാണ്. ഒരു കസേര 400 രൂപക്ക് വാങ്ങി 480 രൂപക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്ര? അപ്പം ഞാൻ വീണ്ടും ഒരു കാര്യം പറയുകയാണ്. ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അതുപോലെ മറ്റൊരു കൺസെപ്റ്റ് കൂടെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ്. ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില എപ്പോഴും നിങ്ങൾ 100% കൺസിഡർ ചെയ്യണം.
ഓക്കെ, ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ 100% കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ കേസിൽ ഈ കസേര എത്ര രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത്? 400 രൂപക്കാണ് ഈ കസേര വാങ്ങിയിട്ടുള്ളത്. ഈ 400 രൂപ എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണല്ലോ. വാങ്ങിയ വില എപ്പോഴും നിങ്ങൾ എത്ര ശതമാനമായിട്ട് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? 100%. എപ്പോഴും അങ്ങനെ തന്നെയാണ്. 20 രൂപക്ക് ഒരു എന്തോ വാങ്ങിക്കോട്ടെ, നിങ്ങൾ വാങ്ങിയ വില എപ്പോഴും 100% എടുക്കണം. സോ കസേര വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. അത് എപ്പോഴും നിങ്ങൾ 100% നിങ്ങൾ എടുക്കണം. ഇനി സ്വാഭാവികമായിട്ടും കച്ചവടത്തിൽ നടക്കുന്ന കാര്യമാണ്. വാങ്ങിയ വിലയേക്കാൾ കൂടുതലായിരിക്കണം വിറ്റ വില. അപ്പോഴാണല്ലോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക, കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ കച്ചവടക്കാരനും അതേ സിസ്റ്റം തന്നെയാണ് ഉപയോഗിച്ചത്. 400 രൂപക്ക് ഒരു കസേര എവിടുന്നോ വാങ്ങിയിട്ടുണ്ട്. അത് അയാളുടെ കടയിൽ നിന്ന് അദ്ദേഹം 480 രൂപക്ക്, അതായത് 80 രൂപ കൂട്ടിയിട്ടാണ് വിറ്റിട്ടുള്ളത്. ആ 80 രൂപയാണ് ആ കച്ചവടത്തിലെ അയാളുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര ശതമാനമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 80 രൂപയാണ് ആ കച്ചവടത്തിലെ അയാളുടെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിലെ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ക്രോസിംഗ് സിസ്റ്റം തന്നെ ഇവിടെ ഉപയോഗിക്കുക. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ശതമാനത്തിൻ്റെ കാര്യം ഇതേ ശതമാനം, അതായത് അതേ ലൈനിൽ തന്നെ എഴുതണം നിങ്ങൾ. അതായത് ഇപ്പോൾ ഇവിടെ 100% എഴുതിയിട്ട് ഈ ശതമാനത്തിൻ്റെ അടുത്ത നമ്പർ ഇവിടെ കൊണ്ട് എഴുതരുത്. അത് നിങ്ങൾ അതിന് താഴെ തന്നെ എഴുതണം, അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? സോ നമ്മൾ ക്രോസ് ചെയ്യാണ്, നേരത്തെ ചെയ്ത അതേ സിസ്റ്റം തന്നെ. 100 × 80 അല്ലേ, പെയറായിട്ടുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കണം. പെയറായിട്ടുള്ളത് നമ്മൾ ഗുണിക്കണം. പെയർ അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 0യും 0യും നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. 80/4 നമ്മുടെ ആൻസർ എത്രയാണ്? 20% എന്ന് കിട്ടും. അപ്പോൾ ആ കച്ചവടത്തിൽ അയാൾക്ക് ലഭിച്ച ലാഭം എന്ന് പറയുന്നത് 20%. സോ ഇതും നമ്മൾ ക്രോസിംഗ് മെത്തേഡ് എന്ന് പറയുന്ന കഴിഞ്ഞ 2 കണക്കുകൾ ചെയ്തിട്ടുള്ള അതേ രീതി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുവാണ്. ക്ലിയർ ആണല്ലോ? സോ ക്രോസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇനി ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നതിലുപരി അനേകം ചോദ്യങ്ങൾ ഈ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? എന്നാൽ അടുത്ത ചോദ്യത്തിലേക്കൊന്ന് പോവുകയാണ്. അടുത്തത് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ്. ഈ അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഭാഗത്തിലൊരു ചോദ്യം നോക്കാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 4:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം 20 ആയാൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ 4:5 ആണ് ഒരു ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത്. ബോയ്സ് 4 ഭാഗമാണ് ഒരു ക്ലാസ്സിൽ, ഗേൾസ് ആ ക്ലാസ്സിൽ 5 ഭാഗമാണ്. 5 കുട്ടികൾ എന്നല്ല, 5 ഭാഗമാണ്. ഇനി ഒരു ഹിൻറ്റും കൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബോയ്സ് എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? 20 ബോയ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഉത്തരത്തിലേക്ക് എത്താനുള്ള നമ്മുടെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ബോയ്സ് 4 ഭാഗമാണ് ഒരു ക്ലാസ്സിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ബോയ്സ് 4 ഭാഗമാണ് ക്ലാസ്സിലുള്ളത് അല്ലേ? 4 ഭാഗമാണ് ടോട്ടൽ കുട്ടികളിൽ 4 ഭാഗമാണ് ബോയ്സ് ഉള്ളത്. ആ 4 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികളാണ്? 20 കുട്ടികളാണെന്നും പറയുന്നുണ്ട്. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയെന്നാണ് അല്ലേ? അതായത് 4 ഭാഗം ബോയ്സ് ഉണ്ട്, 5 ഭാഗം ഗേൾസ് ഉണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ടോട്ടൽ എത്ര ഭാഗം ആളുകൾ ഉണ്ട് ആ ക്ലാസ്സിൽ? 4 ഭാഗം ബോയ്സ്, 5 ഭാഗം ഗേൾസ്. അപ്പോൾ ടോട്ടൽ എത്ര ഭാഗമുണ്ട് ആ ക്ലാസ്സിൽ? 9 ഭാഗം ഉണ്ടാവും അല്ലേ? ബോയ്സ് 4 ഭാഗം, ഗേൾസ് 5 ഭാഗം. അപ്പോൾ ടോട്ടൽ എത്ര ഭാഗമുണ്ട് അവിടെ? 9 ഭാഗമുണ്ട്. ഈ 9 ഭാഗം എത്ര കുട്ടികളാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 4 ഭാഗം ബോയ്സ്, 20 കുട്ടികളാണ്. ഈ 9 ഭാഗം എന്ന് പറയുന്നത് എത്ര കുട്ടികളാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ നമ്മൾ ക്രോസിങ്ങിലേക്ക് കിടക്കുകയാണ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് പെയർ ആയിട്ടുള്ളത് എന്ത് ചെയ്യുക?
ഗുണിക്കുക, പെയർ അല്ലാത്തത് ഡിവൈഡ് ചെയ്യുക. സോ എന്ത് വരും നമുക്ക് 20 × 9 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 4ൽ 4 ഒരു തവണ, 20ൽ 4 5 തവണ. 5 × 9 നമ്മുടെ ആൻസർ എത്രയാണ്? 45 എന്ന് വരും. 5 × 9 45, അഥവാ 9 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ആണ്. സോ മറ്റൊരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ നേരത്തെ എല്ലാം ചെയ്ത ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെയും നമ്മൾ സോൾവ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രോസിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ലെങ്തി ക്ലാസ് ആയിട്ട് മാറും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ PYQs നന്നായിട്ട് നോക്കണം. മാത്സിലെ നല്ലൊരു ശതമാനം മാർക്ക് നേടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ അത് ഒരുപാട് സ്വാധീനിക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ മാത്സിൻ്റെ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്രോസിംഗ് മെത്തേഡ് ഇപ്പം ഞാൻ പറഞ്ഞു തരുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് വളരെ സ്പീഡി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാനും അത് നിങ്ങളുടെ ടോട്ടൽ ആ ഒരു പരീക്ഷയുടെ എഫിഷ്യൻസിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറൂടെയാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ക്രോസിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെ കൂട്ടാൻ സാധിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അറിയാത്തവർക്ക് പുതിയൊരു അറിവ് നൽകാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ടെൻഷനായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് മാത്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മുടെ PSC മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നമ്മുടെ മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ്, ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അത് ഈസി ആയിട്ട് പഠിക്കാം. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.